അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 125. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കദ്ദബത് സമൂദു ബിതഗ്വാഹാ ഇദിൻ ബഅസ അശ്ഖാഹാ فقال لهم رسول الله ناقة الله وسقياها فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها. صدق الله مولانا العظيم. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ തള്ളിക്കളഞ്ഞ സമൂദ് ജനതക്ക് വന്ന നാശത്തെക്കുറിച്ച് വിശദമായി ഇന്ന് സംസാരിക്കാം എന്ന് നാം പറഞ്ഞതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറയിൽ പറഞ്ഞ അതിൻ്റെ രത്ന ചുരുക്കം, അതിലെ ഓരോ ആയത്തുകളും എടുത്ത് വിശദീകരിച്ചുകൊണ്ട് നാം സംസാരിച്ചു. സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരുടെ ജനത സമൂദ് ഗോത്രത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം പറഞ്ഞു, ഫത്തഖുല്ലാഹ വ അത്വീഊൻ, നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കണം, എന്നെ അനുസരിക്കണം. വലാ തുതീഉ അംറൽ മുസ്രിഫീൻ, ഈ നാട്ടിലെ ആളുകൾ അള്ളാഹുവിൻ്റെ നിയമവിലക്കുകളെ ലംഘിക്കുന്ന, തൗഹീദിനെ തള്ളിക്കളഞ്ഞ് ശിർക്കിൽ ജീവിക്കുന്ന, അതിരുവിടുന്ന ജനതയുടെ കൽപ്പനയെ നിങ്ങൾ അംഗീകരിക്കരുത്, അവരെ നിങ്ങൾ അനുസരിക്കരുത്. അല്ലദീന യുഫ്സിദൂന ഫിൽ അർദി വലാ യുസ്ലിഹൂൻ, ഭൂമിയിൽ കുഴപ്പം മാത്രമുണ്ടാക്കുന്ന, നന്മയുടെ നാമ്പ് പോലും ജീവിതത്തിലില്ലാത്ത നിങ്ങളുടെ നാട്ടുകാർ പറഞ്ഞത് നിങ്ങൾ കേൾക്കരുത്. നിങ്ങൾ അള്ളാഹുവിനെയും എന്നെയും അനുസരിക്കണം എന്ന് ആ കൗമിനോട് പറയുകയാണ്. ഉടനെ തന്നെ അവർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട സ്വാലിഹ് നബി അലൈഹിസ്സലാം മഹാനവറുകളോട് ഏൽപ്പിക്കപ്പെട്ട ദഅവത്ത് നടത്തിയപ്പോൾ അവരുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഖാലൂ ഇന്നമാ അൻത മിനൽ മുസഹ്ഹരീൻ, നീ മാരണം ബാധിച്ചയാളാണ് സ്വാലിഹ്, നിനക്കെന്തോ സിഹ്റ് പറ്റിയതാണ്. മാ അൻത ഇല്ലാ ബശറും മിസ്ലുനാ ഫഅതി ബി ആയത്തിൻ ഇൻ കുൻത മിനസ് സ്വാദിഖീൻ, നീ ഞങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്, നിന്റെ പ്രവാചകത്വം ഞങ്ങൾ സമ്മതിക്കില്ല, നീ പ്രവാചകനൊന്നുമല്ല. നീ പ്രവാചകനാണെന്ന് പറഞ്ഞ വാദം സത്യമാണെങ്കിൽ നീ അതിന് വ്യക്തമായ ഒരു ദൃഷ്ടാന്തം കൊണ്ടുവാ. സൂറത്തു ശുഅറ 150 മുതൽ 154 വരെയുള്ള വാക്കുകളിൽ നമുക്കിത് വായിക്കാം. പല സൂറകളിലായി, ഓരോ സൂറകളിലും ഇതിൻ്റെ ചിത്രങ്ങളുണ്ടെങ്കിലും പല സൂറകളിലുമായി പരന്നു കിടക്കുന്ന ചിത്രങ്ങൾ കൂട്ടിവെക്കുമ്പോൾ ഇതിൻ്റെ സമ്പൂർണ്ണ രൂപം, ഈ കഥയുടെ സമ്പൂർണ്ണ രൂപം നമുക്ക് കിട്ടുന്നു. അതാണ് കേൾക്കുന്നത് ചുരുങ്ങിയ രൂപത്തിൽ. സ്വാലിഹ് നബി അലൈഹിസ്സലാം ഉടനെ തന്നെ ഇവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ദൃഷ്ടാന്തമാണോ വേണ്ടത്? എങ്കിൽ ഇതാ, വയാ ഖൗമി ഹാദിഹി നാഖത്തുല്ലാഹി ലക്കും ആയതൻ ഫദറൂഹാ തഅകുൽ ഫീ അർളില്ലാ വലാ തമസ്സൂഹാ ബിസൂ. എന്ത് ദൃഷ്ടാന്തമാ നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഈ കാണുന്ന പാറക്കുള്ളിൽ നിന്ന് ഒരു വലിയ ഒട്ടകം പുറത്തേക്ക് വരണം, എന്നിട്ട് ആ അത്ഭുത സംഭവം നീ പ്രവാചകനാണെന്ന് സാക്ഷീകരിക്കണം. ഓക്കെ, അങ്ങനെയാവാം. അള്ളാഹുവിനോട് ദുആ ചെയ്തു. അതാ ആ പാറക്കുള്ളിൽ നിന്ന് ഒരൊട്ടകം പുറത്തേക്ക് വരുന്നു. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, വഹയാ ഖൗമി ഹാദിഹി നാഖത്തുല്ലാ, എൻ്റെ സമൂഹമേ, എൻ്റെ നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്,
ഹാദിഹി നാഖത്തുല്ലാഹി ലക്കും ആയ, ഇതാ ഇത് നിങ്ങൾക്ക് അള്ളാഹു ദൃഷ്ടാന്തമായി അവതരിപ്പിച്ചു തന്ന ഒട്ടകമാണ്, ഇത് അള്ളാഹുവിൻ്റെ ഒട്ടകമാണ്. ഫദറൂഹ തഅകുൽ ഫീ അർളില്ലാ, അതുകൊണ്ട് തന്നെ ഇത് അസാധാരണ ഒട്ടകമായതുകൊണ്ട് ഇതിന് അസാധാരണമായ ഭക്ഷണം വേണ്ടി വരും, വെള്ളം വേണ്ടി വരും. മാത്രവുമല്ല ഇത് നമ്മുടെയൊക്കെ പൊതു സ്വത്താണ്, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇറക്കി തന്നതാണ്, എൻ്റേതുമല്ല നിങ്ങളുടേതുമല്ല എല്ലാവരുടേതുമാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാവരുടെ പറമ്പിലും വരും, ഇവിടെയുള്ള എല്ലാവരുടെ കുളത്തിലും വരും, എല്ലാവരുടെ ജലാശയങ്ങളിൽ നിന്നും വെള്ളം കുടിക്കും, എല്ലാവരുടെ പറമ്പിൽ നിന്നും പുല്ല് തിന്നും. ആ സമയത്ത് ഫദറൂഹ, നിങ്ങൾ ഇതിനെ സ്വതന്ത്രമായി വിടണം. തഅകുൽ ഫീ അർളില്ലാ, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ എവിടെയും സ്വതന്ത്രമായി അതിന് മേഞ്ഞു തിന്നാം, സ്വാതന്ത്ര്യമുണ്ട്. ഫുൾ ഫ്രീ ആയി വിട്ടുകൊടുക്കണം ഇതിനെ. വലാ തമസ്സൂഹാ ബിസൂ, നിങ്ങളെ പറമ്പിൽ കയറി എന്നതുകൊണ്ട്, നിങ്ങളെ കുളത്തിൽ വന്നു എന്നതുകൊണ്ട് ഒരിക്കലും നിങ്ങളതിനെ ഉപദ്രവിക്കരുത്. ഫയഉഖുദക്കും അദാബുൻ ഖരീബ്, അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന പക്ഷം തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് ഒരു വലിയ ദുരന്തം വരും കേട്ടോ. അങ്ങനെ ഇത് വലിയ ഒരു പരീക്ഷണമായി മാറി ഇവർക്ക്. കാരണം ഇതിന് അസാധാരണമായ വെള്ളം വേണം, ഭക്ഷണം വേണം, കാരണം അസാധാരണ ഒട്ടകമാണ്. അവർ ഇത് വെച്ചുകൊണ്ട് മുതലെടുത്തു. അവർ പരസ്പരം പറഞ്ഞു. അവിശ്വാസികൾ അപ്പോഴും വിശ്വസിച്ചില്ല, ഒട്ടകം പുറത്തു വന്നിട്ടും വിശ്വസിച്ചില്ല. പിന്നീട് അവർക്ക് ഈ ഒട്ടകത്തെ കൊന്നുകളയണം, അതിനുള്ള തന്ത്രം ഉണ്ടാക്കണം. ഇവർ പറഞ്ഞു, സാലിഹിൻ്റെ ഒട്ടകത്തെ കൊണ്ട് നാം കുഴങ്ങി. ഇപ്പോൾ നമ്മളെ ഒട്ടകങ്ങൾക്ക് പുല്ലില്ല, നമ്മളെ പറമ്പിലൊക്കെ അത് മേഞ്ഞു തിന്നുകയാണ്, നമ്മൾക്ക് വെള്ളം കുടിക്കാൻ പോലും ഇല്ലാതെയായി. ഇവരുടെ വെള്ളം പോലും വറ്റിപ്പോകുന്ന രൂപത്തിൽ അസാധാരണമായി അത് വെള്ളം കുടിക്കും. അപ്പോൾ സാലിഹ് നബി അലൈഹിസ്സലാമിനോട് അതിനും പരിഹാരം നൽകാൻ അള്ളാഹു പറഞ്ഞു. വനബ്ബിഉഹും അന്നൽ മാഅ ഖിസ്മത്തും ബൈനഹും കുല്ലു ശിർബിൻ മുഹ്തളർ. സൂറത്തുൽ ഖമറിൽ അള്ളാഹു പറഞ്ഞു. സൂറത്തു ശുആറയിൽ ഒന്നും കൂടെ വ്യക്തമായിട്ട് ഖാല ഹാദിഹി നാഖത്തുൻ ലഹാ ശിർബുൻ വലക്കും ശിർബു യൗമിൻ മഅലൂം. ഇതാ ഇത് അള്ളാഹുവിൻ്റെ ഒട്ടകമാണ്. ലഹാ ശിർബുൻ വലക്കും ശിർബു യൗമിൻ മഅലൂം. ഒരു ദിവസം അതിന് വെള്ളം കുടിക്കാനുള്ള ഊഴമാണ്, തൊട്ടടുത്ത ദിവസം നിങ്ങൾക്ക് വെള്ളം കുടിക്കാനുള്ള ഊഴവുമാണ്. നിങ്ങൾ കുടിക്കുന്ന അന്ന് അത് കുടിക്കണ്ട, അത് കുടിക്കുന്ന അന്ന് നിങ്ങളും കുടിക്കണ്ട. ഒന്നര വിട്ട ദിവസങ്ങളിൽ അതിന് വെള്ളം കൊടുക്കണം. വനബ്ബിഉഹും അന്നൽ മാഅ ഖിസ്മത്തും ബൈനഹും. സ്വാലിഹ് നബിയോട് അല്ലാഹു പറഞ്ഞു, നബിയെ നിങ്ങളെ നാട്ടുകാരോട് നിങ്ങൾ പറയണം, നാട്ടുകാരെ, അന്നൽ മാഅ ഖിസ്മത്തും ബൈനഹും, വെള്ളം നിങ്ങളുടെയും ഒട്ടകത്തിൻ്റെയും നമ്മുടെയും ഒട്ടകത്തിൻ്റെയും ഇടയിൽ വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. വെള്ളം വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു ദിവസം നമുക്ക്, ഒരു ദിവസം ഒട്ടകത്തിന്. കുല്ലു ശിർബിൻ മുഹ്തളർ. ഓരോരുത്തരും അവരുടെ ഊഴത്തിൽ വെള്ളം കുടിക്കാനെത്തണം. ഒട്ടകത്തിൻ്റെ ദിവസം ഒട്ടകമേ കുടിക്കാവൂ, അന്ന് നിങ്ങൾ കുടിക്കരുത്. നിങ്ങളുടെ ദിവസം എൻ്റെ ഒട്ടകവും വരില്ല. ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഇത് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവർ പറഞ്ഞു, ഇത് നമുക്ക് കഴിയില്ല. അതിന് പരിഹാരം ചരിത്രങ്ങളിൽ കാണാം. സ്വാലിഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, എൻ്റെ ഒട്ടകം വെള്ളം കുടിക്കുന്ന ദിവസം നിങ്ങൾക്ക് വെള്ളമില്ല എന്നതല്ലേ പ്രതിസന്ധി? തൊട്ടു പിറ്റേന്ന് നിങ്ങൾക്ക് അതിൻ്റെ പിറ്റേന്നത്തേക്കുള്ള വെള്ളവും കൂടെ കോരി വെക്കാം. ഇനി മാത്രമല്ല, എൻ്റെ ഒട്ടകം വെള്ളം കുടിക്കുന്ന ദിവസം നിങ്ങളുടെയൊക്കെ വീട്ടുമുറ്റത്തത് വരും, നിങ്ങളുടെ പാത്രങ്ങളൊക്കെ നിറയെ പാല് കറന്നു വെക്കാം. ഒരു ദിവസം വെള്ളത്തിന് പകരം പാല് കുടിക്കാനുള്ള സൗഭാഗ്യം നിങ്ങൾക്ക് തരാം. ഇതിൻ്റെ മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. കാരണം ജനങ്ങൾ അതിനെ സ്വീകരിച്ചു, ജനം അത് സ്വീകരിച്ചു. അപ്പോഴാണ് അവർ ഇതിനെ കൊന്നുകളയണം എന്ന തന്ത്രത്തിലേക്ക് തന്നെ വന്നു. ഇവർ ഗൂഢാലോചന നടത്തി, രഹസ്യ യോഗം കൂടി. അപ്പോൾ ആ യോഗത്തിൽ കൊന്നുകളയണം എന്ന് പറഞ്ഞപ്പോൾ അവരതിനെ പലരും നിരാകരിച്ചു. നമ്മൾ അടഞ്ഞു കിടക്കുന്ന ഒരു പാറക്കുള്ളിൽ നിന്നൊരൊട്ടകത്തെ പുറത്തെടുക്കണമെന്ന് പറയുമ്പോൾ അത് പുറത്തെടുത്ത് തന്ന സ്വാലിഹാണ് നമ്മളോട് പറഞ്ഞത്, വലാ തമസ്സൂഹാ ബിസൂഇൻ, ഒട്ടകത്തെ ഉപദ്രവിക്കരുത്. ഫയഉഖുദക്കും അദാബുൻ ഖരീബ്, തൊട്ടടുത്ത് തന്നെ ഒരു ദുരന്തം നിങ്ങൾ കാണേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെ തള്ളിക്കളയാവതല്ല എന്ന് പറഞ്ഞപ്പോൾ അവർ യോഗം കൂടി. ഇങ്ങനെ ഒരു ചർച്ച നടത്തിയപ്പോൾ ആ യോഗത്തിൽ അവർ മദ്യം വിളമ്പി.
എതിരഭിപ്രായം പറഞ്ഞവർക്ക് അല്പവും കൂടെ കുടിപ്പിച്ചു, ഒരു 2 കപ്പും കൂടെ കൊടുക്ക, കാരണം വേണ്ടതുപോലെ തലക്കു പിടിച്ചില്ല. ആ മദ്യം വേണ്ടതുപോലെ കൊടുത്തു. വീണ്ടും അവരോട് ചോദിച്ചു, ഇപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സ്വാലിഹിൻ്റെ ഒട്ടകത്തെ കളഞ്ഞില്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പിനെ ഇത് ചോദ്യം ചെയ്യും. സ്വാലിഹിൻ്റെ കൂടെ എല്ലാവരും പോകുന്നത് ഈ ഒട്ടകത്തിൻ്റെ അത്ഭുതം കണ്ടുകൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഓക്കെ, നമുക്ക് കൊന്നുകളയാം. അങ്ങനെ കൊന്നുകളയാൻ അവർ വാടക കൊലയാളിയായി സ്വീകരിച്ചത് ഖുദാർ ഇബ്നു സാലഫ് എന്ന് പറയുന്ന മനുഷ്യനെയാണ്. അതാണ് നമ്മുടെ പ്രസ്തുത അധ്യായത്തിൽ ഇദിം ബഅസ അശ്ഖാഹ, അവരിലുള്ള ഒരു പരമദുഷ്ടൻ ഇതിനൊരുമ്പെട്ടിറങ്ങിയപ്പോൾ, ഇതിന് തീരുമാനിച്ചൊരുമ്പെട്ടിറങ്ങിയപ്പോൾ എന്ന് പറഞ്ഞ ഭാഗം അതാണ്. അത് സൂറത്തുൽ ഖമറിൽ ഇങ്ങനെ കാണാം, ഫനാദൗ സ്വാഹിബഹും ഫതഅതാ ഫഅഖർ, അവർ അവരുടെ കൂട്ടുകാരനെ വിളിച്ചു ഈ കൃത്യം നിർവഹിക്കാൻ ഫതഅതാ, അവനത് ഏറ്റെടുത്തു, ആ വിഡ്ഢി അത് ഏറ്റെടുത്തു, ആ പോക്കിരി അത് ഏറ്റെടുത്തു, ഫഅഖർ, അങ്ങനെ അവൻ ഒട്ടകത്തെ കശാപ്പ് ചെയ്തു. ഇത് തന്നെയാണ് സൂറത്തു ഹൂദിലും കാണുന്നത്. ഫഅഖറൂഹ, അവരാ ഒട്ടകത്തെ കശാപ്പ് ചെയ്തു. അവർ എന്ന് പറഞ്ഞാൽ അവൻ്റെ കൂടെ സഹായികൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ചെറിയ രൂപത്തിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഫഖാല, അപ്പോഴാണ് സ്വാലിഹ് നബി അലൈഹിസ്സലാം പറഞ്ഞത്, അതെ, നിങ്ങൾ എൻ്റെ ഒട്ടകത്തെ കൊന്നുവല്ലേ? ഒരു തോട്ടത്തിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടകത്തെ അത് കൊന്നുകളഞ്ഞു. കൊന്നുകളയുമ്പോൾ അത് 3 വട്ടം കരഞ്ഞിരുന്നു. ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, എൻ്റെ ഒട്ടകം കരഞ്ഞിരുന്നോ? അതെ, 3 തവണ കരഞ്ഞു എന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, ഫഖാല തമത്തഉ ഫീ ദാരിക്കും 3 അയ്യാം, നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ സ്വഭവനങ്ങളിൽ ഒരു 3 ദിവസം അടിച്ചു പൊളിച്ച് ജീവിക്കാം. 3 ദിവസം സുന്ദരമായി ജീവിച്ചോളൂ. അത് കഴിഞ്ഞാൽ മക്കളെ, നിങ്ങളെ കഥ കണ്ടവരില്ല, നിങ്ങൾക്ക് മഹാദുരന്തം വരും. ദാലിക വഅദുൻ ഗൈറു മക്ദൂബ്, തീർച്ചയായും ഇത് പുലരാനുള്ള വാഗ്ദാനമാണ്, തള്ളപ്പെടാനുള്ളതല്ല, പുലരാതെ പോകാനുള്ളതല്ല. ഇത് പുലരാനുള്ള വാഗ്ദാനമാണ്. ഞാനാ പറഞ്ഞത്, നടക്കുമെന്ന് പറഞ്ഞാൽ നടക്കും. നിങ്ങൾക്ക് വലിയ ദുരന്തം വരാനുണ്ട്. സൂറത്ത് ഹൂദിൻ്റെ 65-ാമത്തെ വരിയിൽ നമുക്കിങ്ങനെ വചനത്തിൽ നമുക്കിങ്ങനെ വായിക്കാൻ കഴിയും. ഇത് തന്നെയാണ് ഒന്നും കൂടെ വ്യക്തമായിട്ട് സൂറത്തു നംലിൽ അല്ലാഹ് പറഞ്ഞത്, വകാന ഫിൽ മദീനതി 9 റഹ്തിൻ യുഫ്സിദൂന ഫിൽ അർളി വലാ യുസ്ലിഹൂൻ. അവിടെ മദായിൻ എന്ന പട്ടണത്തിലായിരുന്നു സ്വാലിഹ് നബിയും ജനതയും ഉണ്ടായിരുന്നത്. ഈ പട്ടണത്തിൽ 9 റഹ്തിൻ, ഒരു 9 അംഗ സംഘം വരുന്ന ഒരു ചട്ടമ്പി സംഘമുണ്ടായിരുന്നു. യുഫ്സിദൂന ഫിൽ അർള്, ഭൂമിയിൽ കുഴപ്പം മാത്രം ഉണ്ടാക്കുന്നവർ, വലാ യുസ്ലിഹൂൻ, അവർ നന്മ എന്താണെന്ന് ആലോചിക്കുക പോലും ചെയ്യാറില്ല. അവരൊരു വാടക കൊലയാളി സംഘമാണ്. അവരെ ഏൽപ്പിച്ചു ഇവർ, ഇനി തീർച്ചയായിട്ടും ഈ സ്വാലിഹിനെ കൊന്നുകളയുകയല്ലാതെ നിവൃത്തിയില്ല. ഇതാ സ്വാലിഹ് പറയുന്നു 3 ദിവസം കൊണ്ട് നമുക്ക് അദാബ് വരുമെന്ന്. ഉടനെ അവർ പറഞ്ഞു, അവരുടെ ഗൂഢാലോചന തുടർന്ന് പറയുന്നു, ഖാലൂ, അവർ പറഞ്ഞു, തഖാസമൂ ബില്ലാ, നിങ്ങൾ ദൈവത്തെ കൊണ്ട് ശപഥം ചെയ്യണം, നിങ്ങൾ ദൈവത്തെ കൊണ്ട് ശപഥം ചെയ്തു പറയണം, ലനുബയ്യിതന്നഹു വ അഹ്ലഹു, തീർച്ചയായും ഇന്നു രാത്രി സ്വാലിഹിനെയും അവൻ്റെ കുടുംബത്തെയും നമ്മൾ ചതിയിടയിൽ കൊന്നുകളയും. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ രാത്രി സ്വാലിഹിനെയും അവിടുത്തെ കുടുംബത്തെയും വീട് വളഞ്ഞ് നമുക്ക് രാഖ്വല നടത്താൻ ഇരുട്ടിൻ്റെ മറവിൽ സ്വാലിഹിനെയും കുടുംബത്തെയും കൊല്ലാൻ ഇവർ തീരുമാനിക്കുകയാണ്. കാരണം ഒട്ടകത്തെ കശാപ്പ് ചെയ്തതിൻ്റെ പേരിൽ 3-ാം ദിവസം അദാബ് വരുമെന്ന് പറഞ്ഞപ്പം അടഞ്ഞു കിടക്കുന്ന പാറക്കുള്ളിൽ നിന്ന് ഒട്ടകത്തെ പുറത്തെടുത്ത സ്വാലിഹിന് ഇതും സാക്ഷാത്കരിക്കാൻ കഴിയുമെന്നവരുടെ മനസ്സ് പറയുന്നുണ്ട്. എന്നിട്ട് അവർ പറഞ്ഞു, അങ്ങനെ കൊന്നുകളഞ്ഞാൽ സുമ്മല നഖൂലന്നരി വലിയിഹി, സ്വാലിഹിൻ്റെ കുടുംബത്തിലെ കുടുംബമൂപ്പൻ വരുമ്പോൾ നമുക്ക് പറയണം, മാ ഷഹിദ്ന മഹ്ലിക അഹ്ലിഹി വഇന്നാല സ്വാദിഖൂൻ,
അവൻ്റെ കുടുംബക്കാർക്ക് വന്ന നാശത്തിന് നമ്മൾ സാക്ഷികളായിട്ടില്ല എന്ന് പറഞ്ഞാൽ സ്വാലിഹിനെയും കുടുംബത്തെ ആരാ കൊന്നത് എന്ന് ചോദിച്ചാൽ ഞങ്ങളത് അറിയുകയേയില്ല, ഞങ്ങളത് കണ്ടിട്ടേ ഇല്ല. വൈന്നാല സ്വാദിക്കൂൻ, ഞങ്ങൾ സത്യം പറയുകയാണ്, ഞങ്ങൾ സ്വാലിഹിൻ്റെയും കുടുംബത്തിൻ്റെയും നാശം കാണുക പോലും ചെയ്തിട്ടില്ലെന്ന് പറയണം. വമക്കറു മക്ര, അങ്ങനെ അവർ ചില കുതന്ത്രങ്ങൾ ഒപ്പിച്ചു. വമക്കർന മക്ര, നമ്മൾ ചില മറുതന്ത്രങ്ങളും ഒപ്പിച്ചു. വഹും ലാ യശ്ഉറൂൻ, അവർ കഥയറിയുന്നുണ്ടോ? ഇല്ല, അവരിതൊന്നും അറിയുന്നില്ല. നമ്മൾ ഇപ്പുറത്ത് ചില മറുതന്ത്രങ്ങൾ ഒപ്പിക്കുന്നുണ്ടെന്ന് അവരറിയില്ല. അവരുടെ കുതന്ത്രങ്ങൾ ചീറ്റിപ്പോയി. ഫൻദുർ കൈഫ കാന ആഖിബതു മക്രിഹിം, അവരുടെ കുതന്ത്രങ്ങളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് ആലോചിക്കുക. അത് ചീറ്റിപ്പോയി. അന്നാ ദമ്മർനാഹും വഖൗമഹും അജ്മഈൻ, അവരെയും അവരുടെ ജനതയെയും മുഴുവൻ നമ്മൾ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു, നാമാവശേഷമാക്കി കളഞ്ഞു. സൂറത്തു നംല് 48 മുതൽ 51 വരെയുള്ള സംഭവം. ഇത് സ്വാലിഹ് നബി അലൈഹിസ്സലാം 3 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കടുത്ത അദാബ് വരാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒട്ടകത്തെ അറവ് നടത്തിയ ഈ കൊലയാളി സംഘം അവർ അതാ കൂടിയിട്ട് പറയുന്നു, ഹലുമു ഫൽനഖ്തുൽ സ്വാലിഹ, വരൂ നമുക്ക് സ്വാലിഹിനെയും കൂടെ കൊല്ലാം. ഫഇൻ കാന സ്വാദിഖൻ ഫഅജൽനാഹു ഖബ്ലന, കാരണം രണ്ടാലൊരു ചാൻസാണ് ഇവിടെ ഉള്ളത്. ഒന്നുകിൽ സ്വാലിഹ് സത്യസന്ധനായ പ്രവാചകനാവാം. അങ്ങനെയാണെങ്കിൽ ഫഅജൽനാഹു ഖബ്ലന, അവൻ പറഞ്ഞ അദാബ് 3 ദിവസം കൊണ്ട് നമുക്ക് വരാൻ പോവുകയാണ്. ആ അദാബ് വരുന്നതിൻ്റെ മുമ്പ്, നമ്മൾ മരിക്കുന്നതിന് മുമ്പ് അവനെ നമുക്ക് കൊല്ലണം. വഇൻ കാന കാദിബ, അല്ല കള്ളനായ പ്രവാചകനാണെങ്കിലോ അൽഹഖ്നാഹു ബിനാഖത്തിഹി, അവൻ്റെ ഒട്ടകത്തിൻ്റെ ബാക്കിപത്രം അവനും അങ്ങനെ വരട്ടെ. ഒട്ടകത്തെ നമ്മൾ കൊന്നുകളഞ്ഞു, അവനെയും കൂടെ അങ്ങ് കൊല്ലണം, അതിലൊന്നും വരാനില്ലല്ലോ. അങ്ങനെ അതാ രാക്കൊല നടത്താൻ വേണ്ടി, ഇരുട്ടിൻ്റെ മറവിൽ കൊല്ലാൻ വേണ്ടി അവിടെ എത്തി. പക്ഷേ എന്താ ഉണ്ടായത്? അവർ സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ വീട് വളഞ്ഞപ്പോൾ ഫദമഗത്തുഹുമുൽ മലായികത്തു ബിൽ ഹിജാർ, കല്ലുകളെ കൊണ്ട് മലക്കുകൾ അവരെ എറിഞ്ഞ് ചതച്ചു. സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ കശാപ്പ് ചെയ്യാൻ, കൊന്നുകളയാൻ അടുത്ത് വരുന്നവരെ വലിയ വലിയ കല്ലുകൾ വലിച്ച് മലക്കുകൾ എറിഞ്ഞു. അവർ മുഴുവനും മരിച്ചു വീണു. തലേന്ന് ഇവരുമായി മുഷാവറ നടത്തിപ്പോയ ഈ ടീമിനെ രാവിലെയായിട്ടും കാണാതിരുന്നപ്പോൾ നാട്ടുകാരിറങ്ങി നോക്കിയപ്പം ഫലമാബുത്തു അലാ സ്വഹാബിഹിം, അവരുടെ കൂട്ടുകാരിലേക്ക് അവർ തിരിച്ചു വരാതെ നേരം വൈകിയപ്പം അവർ സ്വാലിഹിന്റെ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ ഖദറുല്ലിഹു ബിൽ ഹിജാറ വജദൂഹും ഖദറുല്ലിഹു ബിൽ ഹിജാറ, എല്ലാം കല്ലേറുകൊണ്ട് ചതക്കപ്പെട്ട അവസ്ഥയിലാണ് കാണുന്നത്. ആരാണ് ഇവരെ കല്ലെറിഞ്ഞു കൊന്നത്? അവർ പറഞ്ഞു, സ്വാലിഹെ അംത ഖതൽതഹും, നീയാണ് ഇവരെ കൊന്നുകളഞ്ഞത് എന്ന് പറഞ്ഞവർ സ്വാലിഹിനെ കൊല്ലാൻ എല്ലാവരും കൂടെ ഒരുങ്ങിപ്പുറപ്പെട്ടപ്പോൾ സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ കുടുംബം സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ സംരക്ഷിക്കാൻ വേണ്ടി രംഗത്തിറങ്ങി ആയുധമേന്തി അവർ പറഞ്ഞു, വല്ലാഹി ലാ തഖ്തുലൂന, അള്ളാഹുവാണ് സത്യം, നിങ്ങൾ സ്വാലിഹിനെ തൊടില്ല, നിങ്ങൾ സ്വാലിഹിനെ കൊല്ലൂല. കാരണം ഖദ് വഅദകും അന്നൽ അദാബ നാസിലും ബിക്കും ഫീ സലാസ്, 3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ശിക്ഷയെത്തുമെന്ന് സ്വാലിഹ് നിങ്ങളോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഫഇൻ കാന സ്വാദിഖൻ സിത്തും റബ്ബക്കും അലൈക്കും ഗളബ, അതുകൊണ്ട് തന്നെ നിങ്ങൾ സത്യമാ പറഞ്ഞതെങ്കിൽ, ഞങ്ങളുടെ സ്വാലിഹ് സത്യസന്ധനായ പ്രവാചകനാണെങ്കിൽ സിത്തും റബ്ബക്കും അലൈക്കും ഗളബ, നിങ്ങൾ റബ്ബിനെ ഒന്നും കൂടെ കോപിപ്പിച്ച് ഈ രാജ്യത്ത് ഇനിയും അദാബ് വരുത്തുകയാണ്. വഇൻ കാന കാദിബ, അതല്ല കള്ളമാണ് സ്വാലിഹ് പറയുന്നതെങ്കിൽ 3 ദിവസമല്ലേ പറഞ്ഞത്? ഫഅംതും മിൻ വറാഇ മാ തുരീദൂൻ, ആ 3 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ആവാം. ഫൻസറഫു അൻഹു തിൽക്കൽ ലൈല, തൽക്കാലം അവർ അന്ന് പിരിഞ്ഞുപോയി. പക്ഷേ നേരം വെളുത്തപ്പോൾ അവരുടെ മുഖങ്ങളൊക്കെ വജൂഹുഹും മുസ്ഫറ, മഞ്ഞളിച്ച മുഖങ്ങളാണ്. അല്ലാത്ത ഒരു ദുഃഖം, ടെൻഷൻ മൂടിക്കെട്ടി നിൽക്കുകയാണ്. അവർക്ക് ഉറപ്പാണ് 3 ദിവസം കഴിഞ്ഞാൽ അദാബ് വരുമെന്ന്. വീണ്ടും അവർ സ്വാലിഹിനെ കൊല്ലാൻ വേണ്ടി പുറപ്പെടുമ്പോൾ സ്വാലിഹ് നബി അലൈഹിസ്സലാം ദേഹരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരിടത്തേക്ക് മാറി താമസിച്ചു. സമൂദ് ഗോത്രത്തിലുള്ള ഒരു മുശ്രിക്കായ ഒരാള് സ്വാലിഹ് നബി അലൈഹിസ്സലാമിന് അഭയം കൊടുത്തു. ഇതൊക്കെയാണ് അള്ളാഹു പറഞ്ഞത്. അവർ ചില തന്ത്രങ്ങൾ പ്രയോഗിച്ചപ്പോൾ നമ്മൾ മറുതന്ത്രം പ്രയോഗിച്ചു. സുബ്ഹാനല്ലാഹ്. ഇതാണ് അള്ളാഹു തആല പറഞ്ഞു,
സൂറത്തുൽ ഖമറിൽ കാണാം, ഫകാന അദാബി വനുദുർ, എൻ്റെ അദാബ്, എൻ്റെ ശിക്ഷയും എൻ്റെ താക്കീതുകളും എങ്ങനെയുണ്ടായിരുന്നു. ഇന്നാ അർസൽനാ അലൈഹിം സ്വൈഹത്തം വാഹിദ, അവരുടെ മേൽ നാം വലിയ ഒരു ഉദ്ഘോഷം, ഒരു ശബ്ദം അങ്ങ് പൊട്ടിച്ചു, നാം അവരിലേക്ക് പറഞ്ഞു വിട്ടു ഒരു ഉദ്ഘോഷം. ഫക്കാനു കഹശീമിൽ മുഹ്തളിർ, അതോടുകൂടെ അതേ കാലിത്തൊഴുത്തിലെ കച്ചിത്തുരുമ്പ് പോലെയായി മാറി അവരുടെ ശരീരങ്ങൾ എല്ലാം നശിച്ചുപോയി. ഫലമ്മാ ജാഅ അംറുനാ നജ്ജൈനാ സ്വാലിഹ, നമ്മുടെ ദുരന്തം അവരിലേക്ക് വന്നണഞ്ഞപ്പോൾ സ്വാലിഹിനെ നാം രക്ഷപ്പെടുത്തി. വല്ലദീന ആമനൂ മഅഹു ബിറഹ്മത്തിൻ മിന്നാ, സ്വാലിഹിന്റെ കൂടെ വിശ്വസിച്ച സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ അനുയായികളെയും രക്ഷപ്പെടുത്തി. വമിൻ ഖിസ്യി യൗമീദിൻ, അന്നേ ദിവസത്തെ വഷളത്തരത്തെ തൊട്ട് അവരെ രക്ഷപ്പെടുത്തി. ഇന്ന റബ്ബക ഹുവൽ ഖവിയ്യുൽ അസീസ്, തീർച്ചയായും നബിയെ അങ്ങയുടെ രക്ഷിതാവ് ശക്തനാണ്, അജയ്യനാണെന്ന് തെളിയിക്കാനാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. വഅഖദല്ലദീന ളലമുസ്സൈഹ ഫഅസ്ബഹു ഫീ ദാരിഹിം ജാസിമീൻ, അക്രമികൾക്ക് വലിയ ഒരു ഉദ്ഘോഷം വന്നു, അവരൊക്കെ അവരുടെ വീടുകളിൽ അതാ മരിച്ചു മുട്ടുകുത്തി വീണ് കിടക്കുന്നു. കഅല്ലം യഗ്നൗ ഫിഹാ, ഇന്നലകളിൽ ആ വീടുകളിൽ അവർ പാർക്കാത്തതുപോലെയുണ്ട്, ഇല്ലെന്ന് തോന്നിപ്പോകും. അത്രയും ആ വിധം അവരെ നാമാവശേഷമാക്കി. അലാ ഇന്ന സമൂദ കഫറു റബ്ബഹും, അറിയുക സമൂദ് ഗോത്രം അവരുടെ റബ്ബിനെ നിഷേധിച്ചു. അലാ ബുഅദൻ ലി സമൂദ്, അറിയുക സമൂദ് തുലയട്ടെ, സമൂദ് തുലയട്ടെ, സമൂദ് തുലയട്ടെ. സൂറത്ത് ഹൂദ്, ആ സൂറത്ത് ഹൂദിന്റെ 66 മുതൽ 68 വരെയുള്ള വചനങ്ങൾ. ഇതാണ് ഇതിന്റെ ചുരുക്കം വിവരണം. ഇതാണ് ഇന്നലെ നമ്മൾ ഇവിടെ ചുരുക്കി പറഞ്ഞ ഭാഗങ്ങൾ, അതിൻ്റെ വിശദമായ വിശദീകരണമാണ് ഇന്ന് നമ്മൾ കേട്ടുകഴിഞ്ഞത്. ഇതാണ് കദ്ദബത്ത് സമൂദ് ബിത്തഖ്വാഹ, സമൂദ് ഗോത്രം അവരുടെ ധിക്കാരം കാരണം അവർ തള്ളിക്കളഞ്ഞു. ഇതിംബഅസ അഷ്ഖാഹ, അവരിലെ പരമദുഷ്ടൻ ഹാലിളകി രംഗത്തിറങ്ങിയപ്പോൾ ഫകദ്ദബൂഹു ഫഅഖറൂഹ ഇതിംബഅസ അഷ്ഖാഹ ഫഖാല ലഹും റസൂലുള്ളാഹി നാഖത്തല്ലാഹി വസുഖിയാഹ, അപ്പോൾ അവരുടെ പ്രവാചകൻ സ്വാലിഹ് നബി അവരോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിൻ്റെ ഒട്ടകത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞു. വസുഖിയാഹ, അതിൻ്റെ വെള്ളം കുടിയുടെ കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കണം, അതൊന്നും മുടക്കരുത് എന്ന് പറഞ്ഞു. ആ സമയത്ത് ഫകദ്ദബൂഹു ഫഅഖറൂഹ, അവർ സ്വാലിഹിനെ കളവാക്കുകയും ഒട്ടകത്തെ കശാപ്പ് ചെയ്യുകയും ചെയ്തു. ഫഅഖറൂഹ ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം, അവരുടെ ഈ ചെയ്തി കാരണമായി അള്ളാഹു അവരുടെ മേൽ ശിക്ഷ ചൊരിഞ്ഞു. ഫസവ്വാഹ, ആ രാജ്യം തന്നെ അടിച്ച് നിരപ്പാക്കി. വലാ യഖാഫു ഉഖ്ബാഹ, അതിൻ്റെ പിന്നാലെ എന്തൊരു കോത്താമ്പിയാ വരിക, ഒന്നും പേടിക്കാതെ, അതിൻ്റെ പരിണതിയെക്കുറിച്ച് അല്പം പോലും ഭയപ്പെടാതെ സധൈര്യമാണ് അള്ളാഹു ഈ ആക്ഷൻ സ്വീകരിച്ചിട്ടുള്ളത്, നടപടി സ്വീകരിച്ചിട്ടുള്ളത്. അള്ളാഹു അവനെ ധിക്കരിക്കുന്നവരിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹുവിനെ അനുസരിക്കുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ, പ്രവാചകന്മാരെ അനുസരിക്കുന്ന വിഭാഗത്തിൽ, അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ കേൾക്കുന്നവരിൽ അള്ളാഹു നമ്മെ പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.